യേശു കൂടെയുണ്ട്. ആദി വേണ്ട, താതൻ കൈവിടില്ല. വലിയൊരു പ്രശ്നക്കാരനായ ഒരു പിശാച് ബാധിതനാണ് നമ്മളന്ന് ഗോസ്പലിൽ കാണുന്നത്. ഒരു പിശാച് ബാധിതൻ അവനെ ചങ്ങലേക്ക് ഇട്ടിട്ടുണ്ട്. പക്ഷെ അവർ ആ ചങ്ങലേക്ക് പൊട്ടിക്കുകയാണ്. ചങ്ങലേക്ക് പൊട്ടിച്ചു എന്ന് മാത്രമല്ല, പിന്നീട് ആ ചങ്ങല പൊട്ടിച്ചതിൻ്റെ പേരിൽ അയാളോട് വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കുകയാണ്. തൻ്റെ ശരീരമൊക്കെ മുറിവേൽപ്പിക്കുന്നു, അവിടെ എല്ലാവരും പേടിപ്പിക്കുന്നു. ഇങ്ങനൊരു സിറ്റുവേഷനിലാണ് യേശു അവിടെ എത്തുന്നത്. യേശു എത്തുന്ന സമയത്ത് യേശു പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, യേശു പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ ഈ പിശാച് ബാധിതൻ ഓടി യേശുവിൻ്റെ അടുത്തെത്തുകയാണ്. എന്നിട്ട് പറയുകയാണ്, മഹോന്നതനായ ദൈവപുത്ര യേശുവേ, അങ്ങൻ്റെ കാര്യത്തിൽ എന്തിനു ഇടപെടുന്നു? ദൈവത്തെ കൊണ്ടാണിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങനെ പീഡിപ്പിക്കരുതേ. എനിക്ക് തോന്നുന്നു യേശുവിൻ്റെ പരസ്യജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഇത്രയും നല്ലൊരു പ്രൊക്ലമേഷൻ വേറെ ആരും നടത്തിയിട്ടില്ല. യേശു വന്നു എന്നറിയുമ്പോൾ ഈ ഐഡൻറ്റിഫൈ ജീസസ്. അവൻ യേശുവിനെ മനസ്സിലാകുന്നുണ്ട്, ഇതാരാണെന്ന്, ഇവൻ എന്താണെന്ന്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് അവൻ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീയാണ് മഹോന്നതനാണ്, നീ വലിയ ആളാണ്, നീ എൻ്റെ കാര്യത്തിൽ ഇടപെടല്ലേ, നിന്നെ തോൽപ്പിക്കാൻ എനിക്ക് പറ്റില്ല, എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, എന്നെ പീഡിപ്പിക്കരുത്. വളരെ നിസ്സഹായതയോടെ സംസാരിക്കുന്ന ഒരു പിശാചല്ലേ. ഈ മനുഷ്യരുടെ മുമ്പിൽ ഇങ്ങനെ വലിയ ചങ്ങലയൊക്കെ പൊട്ടിച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കി വലിയ ഗൗരവത്തോടെയൊക്കെ നിൽക്കുന്ന ഒരു പിശാച്. പക്ഷെ യേശു വരുന്നെന്നറിയുമ്പോൾ തന്നെ ഓടിച്ചെന്ന് ഇങ്ങനെ കാൽക്കലൊക്കെ വീഴുന്ന പോലെയൊക്കെ സംസാരിക്കുമ്പോൾ ഹൗ ബ്യൂട്ടിഫുൾ ജീസസ്. ഇതാണ് ഇന്നത്തെ ഗോസ്പൽ ഒരു പ്രത്യേകത. പിശാചിന് വളരെ മനോഹരമായിട്ട് മനസ്സിലാകുന്നുണ്ട് ഈശോയെ. എനിക്ക് തോന്നുന്നു ഇപ്പോഴും മനസ്സിലാകാത്തത് നമ്മളാണല്ലേ. പിശാചിൻ്റെ അത്ര ക്രൂരരല്ല നമ്മൾ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ആ ജീസസിനെ മനസ്സിലാക്കാൻ നമുക്ക് ഇതുവരെ പറ്റിയിട്ടുണ്ടോ? നമ്മുടെ മുമ്പിലിരിക്കുന്ന ആരാണെന്ന് നമുക്കിതുവരെ വല്ല തെളിച്ചം കിട്ടിയിട്ടുണ്ടോ? പിശാചിൻ്റെ വലിയൊരു പ്രത്യേകത തന്നെയാണ്, മുൻപിലിരിക്കുന്ന ആരാണെന്ന് നല്ല വ്യക്തതയുണ്ട്. അതുകൊണ്ട് പിന്നീട് വലിയ ചങ്ങനെയുള്ള പ്രകടനങ്ങളോ വലിയ പ്രശ്നമോ ശരീരം മുറിവേൽപ്പിക്കലോ ഒന്നും കാണിച്ചില്ല. പോയി നേരെ സറണ്ടറായി. പ്രിയമുള്ളവരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്രിസ്തു അവൻ ഈ ഭൂമിയിൽ എന്തിനേക്കാളും വലിയവനാണ്. അതുകൊണ്ട് അവൻ്റെ പവർ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരു വഴിയേ ഉള്ളൂ, സറണ്ടർ ആകുക. നമുക്ക് പലപ്പോഴും ജീവിതത്തിന് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഈ പ്രശ്നങ്ങളിങ്ങനെ നമ്മളെ തകർക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ മുമ്പിലിരിക്കുന്ന ദൈവത്തോട് പറയും, കർത്താവേ, ഒത്തിരി പ്രശ്നമുണ്ട്, ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, തകർന്നു പോവുകയാണ്. ഇങ്ങനെ നമ്മൾ സറണ്ടർ ആവും. പക്ഷെ ഒരു കാര്യം ഓർത്തിരിക്കണം, പ്രശ്നങ്ങൾ വരുമ്പോൾ മുമ്പിലിരിക്കുന്ന കർത്താവിനോട്, കർത്താവിനെ കൊണ്ട് പറ്റുന്നില്ല, ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നല്ല പറയേണ്ടത്. പ്രശ്നങ്ങളോട് പറയണം, എൻ്റെ മുമ്പിലൊരു ദൈവമുണ്ട്, ആ ദൈവം തന്നെ നോക്കിക്കോളും. അതാണ് വിശ്വാസം. അതാണ് ഈ മുമ്പിലിരിക്കുന്ന ദൈവത്തെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതിൻ്റെ പ്രസക്തി. നമ്മുടെ മുമ്പിൽ നമ്മുടെ ദൈവമുണ്ട്. കുറച്ചും കൂടെ നമ്മുടെ മുമ്പിലുള്ള ആരാണെന്നുള്ളൊരു തെളിച്ച് നമുക്ക് കിട്ടണമെന്ന് തോന്നുന്നു. പിശാചിന് ക്രിസ്തുവിനെ നന്നായിട്ട് മനസ്സിലായി. അതുകൊണ്ട് അവൻ നേരെ ചെന്ന് സറണ്ടറായി. ഇനി മുന്നോട്ട് കൂടുതൽ പ്രകടനം കാണിച്ചിട്ട് കാര്യമില്ല. പ്രിയമുള്ളവരെ, നമ്മളും ചെയ്യേണ്ടത് നമ്മുടെ മുമ്പിലുള്ള ദൈവത്തിൻ്റെ ആ ശക്തിയെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിശാച് എന്ത് മനോഹരമായിട്ട് ആ ക്രിസ്തുവിനെ മനസ്സിലാക്കിയത്. എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ദൈവത്തെ നമ്മളിതുവരെ മനസ്സിലാക്കാതെ പോയത്? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വേണ്ട ഭാരമൊട്ടും കൂടെ ഉണ്ട്, കാതനെന്നും ക്ഷീണമൊന്നും ഏഷിടാതെ താങ്ങിടും തന്മാർവതിൽ. വേണ്ട ഭീതി തെല്ലും കൂടെ ഉണ്ട്, കാതനെന്നും ക്ഷീണമൊന്നും
വേദനയാൽ ശോധനയാൽ നിന്നുള്ളം തളരുന്നുവോ? സാധ്യതകൾ ഒന്നുമില്ലെന്നോർത്തു നീറുന്നുവോ? വേദനയാൽ ശോധനയാൽ നിന്നുള്ളം തളരുന്നുവോ? സാധ്യതകൾ ഒന്നുമില്ലെന്നോർത്തു നീറുന്നുവോ? സാരമില്ല, യേശു കൂടെയുണ്ട്. ആദി വേണ്ട, താതൻ കൈവിടില്ല. സാരമില്ല, യേശു കൂടെയുണ്ട്. ആദി വേണ്ട, താതൻ കൈവിടില്ല. അത്ഭുതമാ, അതിശയമാ, താതനെന്നും കരുതിയിടുമേ. അത്ഭുതമാ, അതിശയമാ, താതനെന്നും കരുതിയിടുമേ. കൈവിടാതെ കൺമണി പോ അന്ത്യത്തോളം കരുതിയിടുമേ. കൈവിടാതെ കൺമണി പോ അന്ത്യത്തോളം നടത്തിയിടുമേ. നിന്ദകൾ നിരാശകളാൽ കൺകൾ നിറയുന്നുവോ? ആരും കാണാതേകനായി നിൻ ഉള്ളം തേങ്ങുന്നുവോ? നിന്ദകൾ നിരാശകളാൽ കൺകൾ നിറയുന്നുവോ? ആരും കാണാതേകനായി നിൻ ഉള്ളം തേങ്ങുന്നുവോ? സാരമില്ല, യേശു കൂടെയുണ്ട്. ആദി വേണ്ട, താതൻ കൈവിടില്ല. സാരമില്ല, യേശു കൂടെയുണ്ട്. ആദി വേണ്ട, താതൻ കൈവിടില്ല. അത്ഭുതമാ, അതിശയ